എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റുഡൻസ് ഒരു കണ്ടിന്യൂസ്ലി ഒരു കമ്പനിയായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടത്തെ ഒരു കൾച്ചറായിട്ടും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു എക്കോസിസ്റ്റം ആയിട്ടും ഒക്കെ ഇത് സെറ്റായിട്ട് വരുവാണെങ്കിൽ അത് ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്ത് എല്ലാവരും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു 30%, 40%, 50% ആൾക്കാരെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഒരു വലിയ അസറ്റ് ആയിരിക്കില്ലേ? ഇപ്പൊ ഒരു ഫ്രഷേഴ്സിനെ എടുത്തിട്ട് 6 മാസം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് ഈക്വലന്റ് തന്നെയാണ് അവർ. പക്ഷെ ഇവിടെ അവർക്ക് സാലറി കൊടുക്കേണ്ട ഇതുമില്ല, അത്ര ചലഞ്ചും വരുന്നില്ല. ചില കമ്പനീസ് ഇപ്പൊ പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മള് ഇപ്പൊ പിള്ളേരിപ്പം ചിലവും അതിനുപോലെ അവര് പോയി അത്ര സീരിയസ് അല്ലെന്നുണ്ടെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യും അവര് പോയി അവരുടെ ഇതൊക്കെ കാണും. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു ജിങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ കമ്പനിയിലൊക്കെ എന്നെ കുടിച്ചോണ്ട് പോകുമായിരുന്നു. കുടിച്ചോണ്ട് പോകും. ഞാൻ പുള്ളിക്കാരനെ ഓഫീസ് കഴിയുമ്പോഴത്തേന് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുടിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ റിട്ടേൺ വരും. അപ്പൊ വെയിറ്റ് ചെയ്യും അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഈ കമ്പനിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിന്റെ അകത്ത് എന്താ കുറെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എന്റെ ആദ്യത്തെ സ്വപ്നങ്ങളില്. ഞാൻ ആ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലോർ എത്ര പേരിരിക്കണം, ഇത്ര പേർക്ക് ജോലി കൊടുക്കണം. ഒരു സ്മോൾ ഒരു അവേഴ്സ് ഇന്റേൺഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പാർക്ക് അവിടെ ഉണ്ടായി. നമ്മള് വലിയ കാര്യമാണ്. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുമായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും ഒരു കമ്പനിയിലേക്ക് അവരുടെ കൾച്ചർ, അവരുടെ അപ്പൊ വേറെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യരുടെ അടുത്തേക്കാണ് ഇവർ വരുന്നത്. അപ്പൊ അവരുടെ കൂടെ വന്ന് ഇവരിയ്ക്കുമ്പോഴത്തേന് ഇവരുടെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ നേരത്തെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ അവർ പുതിയതായിട്ട് അവര് പോലും കോൺഷ്യസ്ലി അറിയാതെ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ആ എക്സ്പോഷർ ശരിക്കും അവരെ ഒരുപാട് ഗുണം ചെയ്യാൻ. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒരു പരിധിവരെ ഞാൻ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് കുട്ടികൾ. അത് കാരണം അത് ഒരു ഇപ്പൊ എന്റെ ഒരു കേസിൽ പറയാനാണെങ്കിൽ ഞാൻ CTS 3 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ ഒരു കോർപ്പറേറ്റ് എക്സ്പോഷർ കിട്ടിയതിന്റെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.